ആഴ്ചകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ US സംഘർഷം ഇപ്പോൾ ആളിക്കത്തുകയാണ്. പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധമായില്ല എങ്കിലും അടി തിരിച്ചടി വീണ്ടും അടി അതിന് തിരിച്ചടി എന്ന തരത്തിൽ കാര്യങ്ങൾ അശുഭകരമായി പോവുകയാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണം ഗൾഫ് മണ്ണിലേക്കും. ഇതിനിടെ ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള പോരാളികളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും ആക്രമണം തുടങ്ങി. ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തു. ഇസ്രയേൽ തിരിച്ചടിച്ചു. സംഘർഷം വേണ്ടെന്ന് പറഞ്ഞ് ഇസ്രയേലിന് താക്കീത് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇപ്പോഴിതാ ട്രംപ് പറഞ്ഞിട്ട് ഇറാനിലെ 20 സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഹോർമൂസിന് മുകളിലൂടെ പറക്കുകയായിരുന്ന അമേരിക്കയുടെ അപ്പാഷെ ഹെലികോപ്റ്ററിനെ ഇറാൻ ആക്രമിച്ചുവെന്നാണ് കാരണമായി പറയുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം. തെക്കൻ ഇറാൻ നഗരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു രാത്രി അമേരിക്കയുടെ വ്യോമാക്രമണം. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞതിന് പിന്നാലെ ബഹ്റൈനിലെ US 5ാം നാവികപ്പടയ്ക്ക് നേരെയും പശ്ചിമേഷ്യയിലെ മറ്റ് US കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈനിലെ US 5ാം നാവികപ്പടയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പ് അഥവാ IRGC സ്ഥിരീകരിച്ചു. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെയും കുവൈറ്റിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC അവകാശപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം പ്രതിരോധിച്ചതായി കുവൈറ്റ് സേനയും അറിയിച്ചിട്ടുണ്ട്. പോരാട്ടം തുടരുകയാണ് എന്നും അമേരിക്കൻ സൈന്യത്തിന്റെ അധിനിവേശം തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപം യുഎസിന്റെ അപ്പാഷെ ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു എന്നാണ് US സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ആദ്യം അറിയിച്ചത്. പട്രോളിംഗിനിടെ ഹെലികോപ്റ്റർ ഒമാൻ തീരത്തെ തകർന്നു വീണതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാകാം കാരണമെന്നും സംശയിച്ചു. പക്ഷേ ഹെലികോപ്റ്ററിന് നാശമുണ്ടായി എന്ന് മനസ്സിലാക്കിയതോടെയാണ് വെടിവയ്പ് നടന്നു എന്ന സംശയം ഉയർന്നത്. ഹോർമൂസ് ഇറാന്റെ നിയന്ത്രണത്തിലായതിനാൽ അവിടെ ഒരു ആക്രമണമുണ്ടായാൽ അതിന് ഉത്തരവാദി ഇറാൻ തന്നെയായിരിക്കുമെന്ന് അമേരിക്ക ഉറപ്പിച്ചു. അതിന് പിന്നാലെയാണ് അമേരിക്കൻ സൈന്യം ഇറാനിൽ ആക്രമണം നടത്തിയത്. അമേരിക്കൻ സൈന്യത്തിന് AH-64 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഒരു പ്രധാന ആസ്തിയാണ്. ഇറാനിയൻ ഡ്രോണുകൾ വെടിവെക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാനിയൻ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കും ടാങ്കറുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ ടെഹ്റാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് അപ്പാഷെ ഹെലികോപ്റ്ററുകൾക്ക്. ഇറാൻ കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നത് അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ്. ഹെലികോപ്റ്ററിനെ ആക്രമിച്ചതിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് സെൻകോം സ്ഥിരീകരിച്ചു. അമേരിക്കൻ സേനയ്ക്കും പ്രാദേശിക ജലപാതയിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് ആനുപാതികമായ പ്രതികരണമായിരുന്നു ഈ ഓപ്പറേഷൻ എന്നാണ് സെൻകോമിന്റെ പ്രസ്താവന. ജസ്കിലും ബന്ദർ അബ്ബാസിലും സ്ഫോടന ശബ്ദം കേട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഖെഷൻ ദ്വീപിന് സമീപം ആക്രമണങ്ങൾ നടന്നതായി ഇറാനും സ്ഥിരീകരിച്ചുവെങ്കിലും നാശനഷ്ടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. US വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാന്റെ കേന്ദ്രങ്ങൾ തകർത്തത്. ഇറാനിൽ 3 ഘട്ടങ്ങളായാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് എന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്നുമാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം തുടരുന്നതിനിടയിലാണ് ഇറാനുമായി സൈനിക സംഘർഷം കടുപ്പിക്കുന്ന രീതിയിലുള്ള ഈ തിരിച്ചടി. തങ്ങളുടെ സൈനിക ശേഷിയെ കുറച്ചു കാണരുത് എന്നും അമേരിക്ക സ്വന്തം സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ അധിനിവേശം നടത്തിയ പുറത്തുനിന്നുള്ളവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. യുദ്ധകളത്തിലെ പരാജയങ്ങൾക്ക് ശേഷം അമേരിക്ക ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയാണ് എന്നും ഏത് ഭീഷണിക്കും തങ്ങളുടെ സായുധ സേന മറുപടി നൽകുമെന്നും അരാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് മുകളിലുള്ള സൈനിക നീക്കങ്ങൾ മേഖലയിലെ മൊത്തത്തിലുള്ള സുരക്ഷയെ അപകടത്തിലാക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക നടപടി അനാവശ്യമാണ് എന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രയേൽ ലെബനനിൽ ആക്രമണം നടത്തുകയും ഇറാൻ ഇസ്രയേലിൽ മിസൈലാക്രമണം നടത്തുകയും ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്തതായിരുന്നു അവസാനമായി നടന്ന സംഘർഷം.
ട്രംപ് ഇടപെട്ട ശേഷം ഇനി ഇറാനെ ആക്രമിക്കില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞു. തങ്ങളെ ആക്രമിച്ചില്ല എങ്കിൽ ഇനി ഇസ്രയേലിനെ ആക്രമിക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. എല്ലാം ഒന്ന് ആറി തണുത്തു എന്ന് ലോകം ആശ്വസിച്ചു. പക്ഷേ പരസ്പരം ആക്രമണം നിർത്തിയെന്ന് ഇറാനും ഇസ്രയേലും പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിന് സമീപം US ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇറാൻ തങ്ങളുടെ സൈനിക ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായി ട്രംപ് പറയുന്നു. 2 പൈലറ്റുമാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. US സൈന്യം കടലിൽ നടത്തിയ ആദ്യത്തെ അറിയപ്പെടുന്ന ഡ്രോൺ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. 2 മണിക്കൂർ വെള്ളത്തിലായിരുന്ന 2 പൈലറ്റുമാരെയും ആളില്ലാ ബോട്ട് കണ്ടെത്തുകയായിരുന്നു. പൈലറ്റുമാർ രക്ഷപ്പെട്ടതുകൊണ്ട് സംഭവം വലിയ കാര്യമല്ല എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകേണ്ടതുണ്ട് എന്നും സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ ഉചിതമായ മറുപടി ഇറാനെയും ഗൾഫ് അറബ് രാജ്യങ്ങളെയും വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഇറാനുമായി ഒരു കരാറിൽ ഒപ്പുവെക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഇറാനെ ആക്രമിക്കുന്നത്. എന്നാൽ ഇറാൻ അശക്തരാണ് എന്ന തരത്തിലായിരുന്നു അന്നും പ്രസ്താവനകൾ. 2-3 ആഴ്ച കൂടി ബോംബിട്ടാൽ ഇറാനിൽ ഒന്നും അവശേഷിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചെയ്താൽ മാസങ്ങളോളം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതാണ്. അതായത് യുദ്ധത്തിന്റെ കടിഞ്ഞാൺ അമേരിക്കയുടെ കയ്യിലാണ് എന്നും ഇറാനെ വെറുതെ വിടുകയാണ് എന്നുമാണ് ട്രംപിന്റെ വാക്കുകളിലെ ആകെ തുക. പക്ഷേ ആ അശക്ത ഇറാനാണ് US-ന്റെ അത്യാധുനിക ഹെലികോപ്റ്ററായ അപ്പാഷയെ ആക്രമിച്ചത് എന്നും ട്രംപ് തന്നെ പറയുന്നു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചില്ല. പക്ഷേ ട്രംപ് തനിക്കിഷ്ടമുള്ള തരത്തിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ആക്രമിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ആക്രമണവും പ്രത്യാക്രമണവും. പാകിസ്ഥാൻ നയിക്കുന്ന മധ്യസ്ഥ സംഘം ആഴ്ചകളായി US ഇറാൻ കരാറിനായി ശ്രമിച്ചു വരികയാണ്. പക്ഷേ ഇറാനും US-ഉം കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2025-ലെ 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കൻ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഒളിപ്പിച്ചുവെന്ന് കരുതപ്പെടുന്ന ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം കൈമാറണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഇറാൻ ഇത് നിരസിക്കുകയും ഉപരോധങ്ങളിൽ നിന്ന് ഇളവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അന്തിമ കരാർ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ട്രംപ് അത് നിരസിച്ചു. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം ഇറാന്റെ ആസ്തികൾ ഉപയോഗിച്ച് വീട്ടുമെന്നാണ് ട്രംപ് പറയുന്നത്. $24 ബില്യൺ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ മൂല്യം. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിന് ഈ തുക വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ആ തുക ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ആഗോളതലത്തിൽ ഊർജ്ജവില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആണവ കരാർ യാഥാർത്ഥ്യമാകുമെന്നും എണ്ണവില കുത്തനെ കുറയുമെന്നും ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ വിജയം പ്രഖ്യാപിക്കും, അങ്ങനെ എണ്ണവില കുത്തനെ താഴേക്ക് വരുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാനുമേലുള്ള യുദ്ധം വിജയിക്കുന്നു എന്ന് ആദ്യമായല്ല ട്രംപ് പ്രഖ്യാപിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമമാക്കാൻ 2 ആഴ്ച എന്നായിരുന്നു ഏപ്രിൽ 7-ന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിന് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നത്.